ആവേ മരിയ. അലിവാർന്ന കൃപയുടെ ഉടമ്പടി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി. അലിവാർന്ന കൃപയുടെ ഉടമ്പടി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി. കരളറിഞ്ഞ് കനിവിയും മിഴി തുറക്കുനാഥേ. ആവേ 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 മരിയ. ആവേ 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 മരിയ. കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മരിയാമ്പികേ വരദാനവാരിധി ജപമാല റാണി. ആവേ 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 മരിയ. പരിശുദ്ധ വാഗ്ദാന പേടകമായ അമ്മയുടെ ഉദരത്തെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കുവാൻ ദുമനസ്സായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവശക്തിയിൽ നിലനിൽക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ഏറ്റു പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉടമ്പടി പ്രകാരമുള്ള അവിടുത്തെ പുതിയ വഴികൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ജീവിതത്തെ കാണിച്ചു തരണമേ. കൃപാസനത്തിലെ പരിശുദ്ധമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി പുതിയ ജീവിത വഴികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരുവാൻ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം. ജപമാല റാണി. ആവേ 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 മരിയ. വീണ്ടും നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിന്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ച അമ്മേ, ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അബ്രാഹത്തിന് 99-ാമത്തെ വയസ്സിൽ തന്റെ മുമ്പാകെ വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്ന് ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ ദൈവമേ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതം ദൈവതിരുമനസ്സിന് ഉടമ്പടി ചെയ്ത വചനം മാംസമായ രക്ഷകൻ പിറന്നതുപോലെ അതേ വാക്യാർത്ഥത്തിലെ അവൻ പറയുന്ന പോലെ എന്ന ഉടമ്പടി വചനത്താൽ വെറും വെള്ളത്തെ പുതുവിഞ്ഞായി അമ്മയുടെ മധ്യസ്ഥതയാൽ രൂപാന്തരപ്പെടുത്തിയ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ ആരംഭിക്കണമേ. ഈ ഭൂമിക്ക് ഒരു അനുഗ്രഹമായിരിക്കും എന്ന് അബ്രാഹത്തിലൂടെ വിശ്വാസികൾക്ക് എല്ലാം അവിടുന്ന് നൽകിയ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് കണ്ണീരിന്റെ കാലത്ത് അമ്മയുടെ മധ്യസ്ഥം വഴി കാനായിലെ ആദ്യ അത്ഭുതം എന്നോണം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവിക അടയാളങ്ങൾ വേനയിലൂടെ ആരംഭിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 ആരാധന ആരാധന ഉടമ്പടി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി അലിവാർന്നകൃപയുടെ ഉടമ്പടി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി കരളലിഞ്ഞ് കനിവിയെന്നു മിഴി തുറക്കുന്നാതെ ആവേ 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 മരിയ ആവേ 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 മരിയ കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമ്പികേ വരദാനവാരിണി ജപമാലറാണി ആവേ 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 മരിയ. പ്രിയപ്പെട്ടവരെ അതിമഹത്തായ ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ വിളിച്ചുവരാൻ പോകുന്നത്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഞങ്ങളുടെ കൂടെ ഈശ്വമിച്ച വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരൻ്റെ പരിശുദ്ധ മാതാവേ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഇത് ചങ്ങയെക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കാര്യം ഇത് ഉടമ്പടിയുടെ ആത്മാവും മർമ്മവും ആത്മാവുമാണ്. ആ ഒരു ബോധത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഭവം നമുക്കുണ്ടാകുന്നത്. കർത്താവെ അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഉൽപ്പത്തി 12:3 പ്രാർത്ഥിക്കുന്നു. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിയമാവർത്തനം 8:28-12 പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാരമായ ആകാശം തുറന്ന് നിൻ്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയുമില്ല. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ അപേക്ഷിക്കണമേ. കർത്താവേ അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ 1 പത്രോസ് 3:9 പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ യേശയ്യാ 55:3 പ്രാർത്ഥിക്കുന്നു. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കാം. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനെ എന്നതുപോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം 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 ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമ്പികേ വരദാനവാരിണി ജപമാലറാണി ആവേ 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 മരിയ. കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമ്പികേ വരദാനവാരിണി ജപമാലറാണി ആവേ 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 മരിയ. കർത്താവേ അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ യേശയ്യാ 45:2 പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും
ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യാം. ഈ ദൈവവചന പ്രകാരം പ്രത്യാശയോടെ ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടിയേ തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേ തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി കരളലിഞ്ഞു കനിവിയെന്നു തുറക്കുന്നാതെ ആവേ 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 മരിയ ആവേ 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 മരിയ കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാശരനാഥേ മരിയാമ്പികേ വരദാനവാരിണി ജപമാലരാണി ആവേ 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 മരിയ. പ്രിയപ്പെട്ടവരെ, ബന്ധന വിടുതൽ പ്രാർത്ഥനയാണ്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നമ്മൾ പ്രത്യുത്തരിക്കുന്നത് ദൈവപിതാവേ അതിമനോഹരം. ഇത് നമ്മൾ ചങ്കിലെ കൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഇടിമിന്നൽ പോലെ അഭിഷേകം ഉണ്ടാവും. കാര്യം ഈ പ്രാർത്ഥന അത്തര കണ്ട് കർത്താവില്ലാഞ്ഞൊരു കാലത്ത്, കർത്താവ് സഭ തകർന്ന ഒരു സമയത്ത് ചങ്ക് പൊടിഞ്ഞ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോഴേ കിട്ടിയ വചനമാണ്. വചനം മറക്കരുത്. 4:30 വചനമുള്ളത്. അതായത് എൻ്റെ മക്കളൊന്ന് പ്രാർത്ഥിച്ച്, ദൈവപിതാവേ അങ്ങേ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. കുടുംബത്തിന് മേൽ നീട്ടണമേ. രോഗത്തിന് മേൽ നീട്ടണമേ. കടങ്ങളുടെ മേൽ നീട്ടണമേ. എല്ലാ ബന്ധനങ്ങളുടെ മേൽ നീട്ടണമേ. ഹല്ലേലൂയ, യേശുവേ ആരാധന, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമ്പികേ വരദാനവാരിണി ജപമാലരാണി ആവേ 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 മരിയ കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമ്പികേ വരദാനവാരിണി ജപമാലരാണി ആവേ 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 മരിയ. നടപടി 1:4 പ്രാർത്ഥിക്കുന്നു. അവർ അവനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. കർത്താവേ, ഉടമ്പടി ചെയ്തവരായി ഞങ്ങൾ കർത്താവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങളെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി കരങ്ങളെ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേ തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി കരളലിഞ്ഞ് കനിവിയെന്ന് മിഴി തുറക്കുന്നാതെ ആവേ 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 മരിയ ആവേ 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 മരിയ.
11:14 പ്രാർത്ഥിക്കുന്നു. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും ഒപ്പം അവിടെ സഹോദരങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയതുപോലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്തവരായ ഞങ്ങൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഈ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവിൻ്റെ കരങ്ങളുടെ ശക്തി പ്രാപിക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി കരങ്ങൾ നീട്ടണമേ. നടപടി 2:17 പ്രാർത്ഥിക്കുന്നു. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കർത്താവെ, ഉടമ്പടി ചെയ്ത് ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഈ ഉടമ്പടി നിവേദന പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവപിതാവേ, അങ്ങേപുത്രനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി കരങ്ങൾ നീട്ടണമേ. നടപടി 2:28 പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ വഴി അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ഉടമ്പടി ചെയ്ത മക്കൾ ഉടമ്പടി പ്രകാരം വിശുദ്ധീകരിക്കുകയും ദൈവ സാന്നിധ്യത്താൽ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുവാൻ ഉടമ്പടി നിവേദന പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ശ്രുതികട യേശുവേ ആരാധന. കൃപാസനമാതേ മറിയാമ്പികേ വരദാനവാരി ജപമാലറാണി ആവേ 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 മരിയ. നടപടി 2:38 പ്രാർത്ഥിക്കുന്നു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവേ, ഉടമ്പടി എടുത്തവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാൻ ഈ ഉടമ്പടി നൊവേനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നു. അവിടുത്തെ കരങ്ങളെ നീട്ടണമേ. നടപടി 11:21 പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു എന്നെഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഈ ഉടമ്പടി നവേനെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ വിശ്വാസം കുറഞ്ഞവരെ പരിപോഷിപ്പിച്ച് ഉടമ്പടി എടുക്കാത്തവരും ഇപ്പോൾ ഉടമ്പടി നവേനെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിനായി എല്ലാവരും ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരങ്ങളെ നീട്ടണമേ. ദൈവപിതാവേ, അങ്ങേ പുത്രനായ യേശുവിന്റെ നാമത്തിലെ ഇപ്പോഴേ കുടുംബത്തിലെ എന്റെ രോഗത്തിലെ എന്റെ ജീവിതത്തിന്റെ വിവിധ അവസ്ഥകളിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ കരങ്ങളെ നീട്ടണമേ. അടയാളങ്ങളെ കാണിക്കണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പാപമോചന പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഈ പാപമോചനത്തിൻ്റെ ഓരോ സമയങ്ങളിലും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിന് തളിപ്പുണ്ടാകാൻ വേണ്ടി എൻ്റെ മക്കളെ പ്രാർത്ഥിക്കണം.
നിങ്ങളെങ്ങനെ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും, നീതിമാനെ കരുതുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും. അങ്ങനെയാണ് ഈശോ പറഞ്ഞത്. ഈശോയുടെ വിശുദ്ധമായ രക്തം സകല പാപങ്ങളും തന്നെ മോചിച്ചിരിക്കുന്നു എന്നുള്ള യോഹന്നാൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ആ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്തിന് തളിപ്പാണ് ഇപ്പോഴും അനുതാപത്തിൻ്റെ പ്രാർത്ഥന നടത്തുമ്പോൾ നീ മാപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ബന്ധന വിടുതലും പാപമോചനമാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് പാപക്ഷമ സ്വീകരിക്കാം. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്നങ്ങ് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങൾ ദൈവപ്രമാണത്തെ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ, വിശ്വസ്ത പുലർത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് ഉടമ്പടി വാഗ്ദാന പ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തെ അവഗണിച്ച് അവിടുത്തെ നാമം ഞങ്ങൾ ദുരുപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ വിശ്വസ്തയില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അനുദപിച്ച് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പന നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് ഉടമ്പടി ചെയ്തു. എങ്കിലും ഞങ്ങൾക്ക് പലപ്പോഴും പല കാരണങ്ങൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഭൂമി ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് ഉടമ്പടി നിബന്ധനയായി നൽകിയ കൽപ്പന പാലിക്കാതെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. ആ നിമിഷത്തെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുത് എന്ന കൽപ്പന വഴി മനുഷ്യജീവൻ്റെ മൂല്യത്തെയും സഹോദരങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ടാകേണ്ട കരുതലിനെയും ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ നിബന്ധനയായി നൽകിയ നല്ല പിതാവേ, അബോർഷൻ ഉൾപ്പെടെ അങ്ങേ കൽപ്പനയ്ക്കെതിരായ വാക്കാലും പ്രവർത്തിയാലും വന്നുപോയ സകല അപരാധങ്ങളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അനുതാപത്തിന്റെ ഗാനം ആരംഭിച്ചുകൊണ്ട് കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ ആത്മാവിനെ കഴുകാം. സമയം വിളിച്ചിടുന്നു. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഓർത്ത് അനുദപിച്ചുകൊണ്ട്
ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുത് എന്ന 7-ാം ഉടമ്പടി കൽപ്പനയ്ക്ക് എതിരെ ചെയ്തുപോയ അപരാധങ്ങൾ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷ്യം നൽകരുത് എന്ന ഉടമ്പടി വചനത്തിലൂടെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും അങ്ങയെ പ്രകീർത്തിക്കാനുള്ളതാണ് എന്ന് ഞങ്ങൾ അനുസ്മരിച്ച നാഥ, ഈ പ്രമാണം പാലിക്കുന്നതിൽ ഞങ്ങൾക്ക് വന്നുപെട്ട കുറവുകൾ അനുസ്മരിച്ച് അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യൻ്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യ വിശ്വസ്തയെയും അതിൻ്റെ ഉടമ്പടിയെയും അരക്കെട്ടുറപ്പിച്ച നാഥ, ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ അവിശ്വസ്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കുറവുകളും പരിഹരിച്ച് മാപ്പാക്കണമേ എന്ന് ഞങ്ങൾ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ഞങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് യഥാർത്ഥമായ ഉൾക്കാഴ്ച നൽകിയ നാഥ, ഈ ഉടമ്പടി വചനം പാലിക്കുന്നതിൽ വന്നുപോയ പാപങ്ങളെ പ്രതി അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അനുതാപത്തിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് ഇപ്പോഴ് മനസ്താപണം ചൊല്ലിക്കൊണ്ട് അനുതാപത്തിൻ്റെ ഗാനം ആലപിക്കാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ല എന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമീൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ അനുസ്മരണമായിട്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഇപ്പോഴേ ഉടമ്പടി നിവേദന പ്രാർത്ഥനയും നമുക്ക് നൽകിയത്. കൃപാസനത്തിൻ്റെ ആൾത്താറയിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ ശുശ്രൂഷയ്ക്കും അമ്മ അടയാളത്തിൻ്റെ കയ്യൊപ്പ് നൽകിക്കൊണ്ട് നിങ്ങളെ സാക്ഷികളെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ ഉടമ്പടി ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഉടമ്പടി ചെയ്യണത് ഈസിയാണ്. നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ ചെയ്തു തരും. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വത്തിൽ സമർപ്പിതരായി പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ എന്ന് പറഞ്ഞ് അല്ലാത്തവരെ അമ്മ അനുഗ്രഹിക്കാതിരിക്കത്തില്ല. അപ്പം നിങ്ങൾ ഈ സമയത്ത് ഉടമ്പടിയുടെ ചൈതന്യത്തെ പ്രാർത്ഥിച്ചാൽ ഈ നിമിഷം ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾ പ്രത്യാശയോടെ പ്രാർത്ഥനയിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്ന് ഈശോ എന്ന സഹനദാസനെ കുറിച്ച് യേശയ്ക്ക് നൽകിയ വെളിപാട് പോലെ കർത്താവ് നമ്മളോട് ചെയ്ത വാഗ്ദാന പ്രകാരമാണ്, അഥവാ ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ പ്രാർത്ഥനയിലൂടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം വിശ്വാസി ഏറ്റുപറഞ്ഞുകൊണ്ട് സൗഖ്യം പ്രാപിക്കുക. മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശുനാമത്തിൻ്റെ ശക്തിയെ സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയരോഗമുള്ളവരുടെ സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഹൃദയരോഗമുള്ളവരെ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ ഹൃദയരോഗമുള്ള സ്ഥലത്ത് കൈവെക്കണം. ഈ പ്രഷറുള്ളവർക്ക് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ അച്ഛൻ നിങ്ങൾ പറയുമ്പോൾ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ? പ്രഷറുള്ളവരും അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഇനി ഹൃദയത്തിനൊരു സംരക്ഷണമാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഉറക്കം നിൽക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിന് സംരക്ഷണം വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഹൃദയത്തെ കൈപ്പത്തി അമ്മയ്ക്ക് ഏൽപ്പിക്കണം. അതെല്ലാം വിശ്വാസപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഹൃദയത്തിൽ കൈവത്തി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഹൃദയരോഗമുള്ളവരുടെ സൗഖ്യത്തിനായി ഈശോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവരെ, വാൽവ് ബ്ലോക്കുള്ളവരെ, വാൽവ് സൂക്ഷിച്ചു പോയവരെ, വ്യത്യസ്തങ്ങളായ ഹൃദയരോഗമുള്ളവരെ ഈ നിമിഷം കർത്താവെ അങ്ങയുടെ ആണിപ്പിതാടുന്ന വലതുകരത്തെ സ്പർശിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥ യേശുനാമത്തിന്റെ ഹൃദയരോഗങ്ങളെ ഇപ്പോഴും സുഖപ്പെടട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, 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 ആരാധന, ആരാധന. കരൾ രോഗമുള്ളവർക്ക് വേണ്ടി നമുക്ക് അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കരസ്ഥാനത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ, കരരോഗമുള്ളവരെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരൾ വികസിക്കുന്നവരെ, മഹോരോഗികളെ കർത്താവെ അങ്ങനെ അണിപ്പെടുത്താൻ വലതുകരത്താൽ അവരെ സ്പർശിക്കണമേ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ. അപ്പം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കള്ള രോഗങ്ങൾ ഇപ്പോഴേ ഈ നിമിഷം സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്വാസകോശ രോഗികളുടെ മേൽ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ശ്വാസകോശങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവെ, ശ്വാസകോശങ്ങളെ ഞങ്ങൾ അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ന്യൂമോണിയ, ആസ്മ, ടൈഫോയിഡ്, കോവിഡ് മൂലമുണ്ടാകുന്ന ശ്വാസതടസ്സങ്ങൾ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഈ നിമിഷം ശ്വാസകോശങ്ങൾ കഴുകിക്കൊണ്ട് യേശുക്രിസ്തുവേ നിന്റെ ഉന്നതമായ നാമത്തിലെ ശ്വാസകോശങ്ങൾ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശരീര സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശിരസംബന്ധമായ എല്ലാ രോഗികളെയും ശിരസിലെ അങ്ങ് വിശുദ്ധമായ വലതുകരം വയ്ക്കണമേ. കർത്താവ്, പലതരത്തിൽ തലച്ചോറ് കേടുള്ളവരുണ്ട്. അപസ്മാര രോഗികൾ, ന്യൂറോ രോഗികൾ, തല വലുതാകുന്ന കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, തല ഉറക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത കുഞ്ഞുങ്ങൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, തലയോട്ടിക്ക് വേദനയുള്ളവർ, തലയിൽ വെള്ളം കെട്ടി നിൽക്കുന്നവർ, തല ഉറക്കാത്തവർ, വിട്ടുമാറാത്ത തലവേദനയുള്ളവർ, മുടി കൊഴിച്ചിലുള്ളവർ, തലക്ക് ചൂടുള്ള കാരണം ഉറക്കം വരാത്തവർ, യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ എല്ലാ ശിരസ്സും ഇപ്പോഴും യേശുനാമത്തിൽ അഭിഷേകമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുനാമത്തിൽ ഇപ്പോഴും നിങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പാൻക്രിയാസ് രോഗികളുടെ, ഷുഗർ രോഗികളുടെ
സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. പാങ്ക്രിയാസിൻ്റെ സ്ഥാനത്ത് നെഞ്ചും കൊണ്ട് താഴെ കൈകൾ വട്ടം കമഴ്ത്തി ഈശ്വരനാമത്തെ വെക്കുക. കർത്താവ് എല്ലാ പ്രമേഹ രോഗികളെയും പാങ്ക്രിയാസ് രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങനെ വലതുകരം അവരുടെ മേൽ സ്പർശിച്ചുകൊണ്ട് അവരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷം നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്തുതികട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഉദര രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഉദരത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. വിട്ടുമാറാത്ത ഗ്യാസുള്ളവർ, വയറെപ്പോഴും വീർത്തിരിക്കുന്നവർ, അതുപോലെ മലബന്ധമുള്ളവർ, ആമാശയം വലുതാകുന്നവരുണ്ട്, ആമാശയം ചുരുങ്ങുന്നവർ, വെറുതെ വയറ് ചാടുന്നവരുണ്ട്, ഒരു കാലത്തും വയറിനൊരു സ്വസ്ഥതയില്ലാത്തവരുണ്ട്. മക്കളെ, കർത്താവ് പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് നമ്മൾ നിൽക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥത്തിൽ കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് വയറിന് കൈവെക്കുക. കർത്താവ്, ഉദര രോഗികളുടെ മേൽ അങ്ങ് കൈവെക്കണമേ കർത്താവേ. വിശപ്പില്ലാത്തവർ, ദഹനക്കുറവുള്ളവർ, അൾസർ രോഗികൾ, അരിസസ് രോഗികൾ, കുടലിൽ പുണ്ണുള്ളവർ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, മറ്റു പലതരത്തിലുള്ള ഉദര രോഗികളുടെ കർത്താവ് അങ്ങ് സ്പർശിക്കണമേ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം ദൈവശക്തി അതിൻ്റെ ഉദര രോഗങ്ങൾ ഈ നിമിഷം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. PCOD രോഗികൾ, പിസ്റ്റുല രോഗികൾ, സിസ്റ്റ് രോഗങ്ങൾ, അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഇതുപോലെ ദശ വളരുന്ന എല്ലാ രോഗങ്ങളെയും, കുറേ തരം രോഗങ്ങളുണ്ട്. അകത്തും പുറത്തുമൊക്കെ ദശ വളരുന്നവർ, മൂക്കിൽ രസ ഈ ബൾജ് ചെയ്ത് വരുന്ന എല്ലാ മാംസപിണ്ഡങ്ങളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ തളിക്കപ്പെടാൻ വേണ്ടി, സ്പർശിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അടിപ്പിണ്ട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി അതിലേക്ക് വരാൻ, അത് കരിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് അപ്രത്യക്ഷമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ശ്രുതികട. ഹല്ലേലൂയ. രോഗങ്ങളുടെ സൗഖ്യത്തിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങേ വിശുദ്ധമായ വലതുകരത അടിവരെ സ്പർശിക്കണമേ. മാസപ്പതിവ് ഇല്ലാത്തവർ, വന്നിട്ട് ക്രമം തെറ്റി വരുന്നവർ, വന്നിട്ട് രക്തം പോക്ക് തീരാത്തവർ, കർത്താവേ, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ രോഗങ്ങൾ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, മൂത്രാശയ രോഗികൾ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നി കല്ലുള്ളവർ, പുസ്തക രോഗികൾ, സിസ്റ്ററിൻ്റെ രോഗികൾ, മുഴയുള്ളവരെ, എല്ലാവിധ രോഗികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിമിഷം സ്പർശിക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനം നടത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും യേശുവിന്. വാദരോഗികളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമവാദങ്ങൾ, സന്ധിവാദങ്ങൾ, അതുപോലെ തന്നെ പേശികളുടെ മരവിപ്പുകൾ, ആന്തരിക അവയവങ്ങളുടെ മരവിപ്പുകൾ എല്ലാം, എവിടെയൊക്കെയാണ് നിനക്ക് മരവിപ്പ് തോന്നുന്നത്, രക്തോട്ടമില്ലാത്തത്, അവിടെയൊക്കെ നീ കൈവെക്കണം. ഇപ്പോഴ് യേശുനാമത്തിൽ കൈവെക്കണം. കർത്താവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, എല്ലാ വാദരോഗികളെയും നീ വിശുദ്ധമായ രക്തത്തിൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്തവാദമുള്ളവർ, ആമവാദമുള്ളവർ, സന്ധിവാദമുള്ളവരെ, അതിലെ അവയവങ്ങൾക്ക് മരവിപ്പുള്ളവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന അണിപ്രധാന വലത് കർത്താൻ ഈ നിമിഷം സ്പർശിച്ചുകൊണ്ട് യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും യേശുവിന്.
ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. കിഡ്നിരോഗത്തോടൊക്കെ പ്രാർത്ഥിക്കാം. കിഡ്നിയിൽ കല്ലുള്ളവര്, കിഡ്നി ചുരുങ്ങുന്നവര്, കിഡ്നി വികസിക്കുന്നവര്, കിഡ്നി പ്രവർത്തിക്കാത്തവര് എല്ലാം നടുവിൽ കൈവച്ചുകൊണ്ട് ഇപ്പോൾ വിശുദ്ധ പ്രമാണത്തിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനടുത്ത് അറിയുന്ന യേശുനാമത്തിൽ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു. കർത്താവ്, കിഡ്നി രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കിഡ്നി കല്ലുള്ളവരും കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരും കിഡ്നി പ്രവർത്തിക്കാത്തവരും അതിൻ്റെ പേര് ശരീരത്തിൽ നീര് കെട്ടി കിടക്കുന്നവരും പല പല ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ഡയറ്റുള്ളവരെയും എല്ലാവരെയും കർത്താവ് ഇതിൻ്റെ ആണിപ്രധാനം വരുത്തിക്കെടുത്താൽ ഇപ്പോൾ യേശുനാമത്തിൽ സ്പർശിക്കണമേ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദൈവശക്തി അതിൻ്റെ കിഡ്നി രോഗങ്ങൾ ഈശോനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അസ്ഥിരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അസ്ഥിരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അസ്ഥിരോഗികളും ഞരമ്പിന് ദ്രവിപ്പുള്ളവരും ക്ഷതമേറ്റിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ എല്ലാം കരങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അപകടങ്ങളിൽ അസ്ഥികൾ വിട്ടുപോയവരെ സമർപ്പിക്കുന്നു. അസുരോഗത്താൽ ആശുപത്രിയിൽ കിടക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്ഥി യോജിപ്പിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്കുകളുടെ മരുന്നുകൾ, വേദന സംഹാരി മരുന്നുകൾ കഴിച്ച് ശരീരം തീർന്നവരെയും വല്ലാത്ത ഭ്രമവും ഗ്യാസും പൊടിച്ചത് കിട്ടലും വയറുവീർക്കും ഉറക്കമില്ലായ്മയും വിവിധങ്ങളായ വേദന അനുഭവിച്ചുകൊണ്ട് ആശുപത്രിയിൽ പൊളയുന്നവരെ, അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, ആ മക്കൾക്കെല്ലാം ഇപ്പോൾ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ തകർന്ന അസ്ഥികളെ ഇപ്പോൾ സ്പർശിക്കണമേ. വിശുദ്ധമായ രക്തത്താൽ അതിനെ ഒട്ടിപ്പിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിയുടെ അടയാളത്തിൽ അസ്ഥിരോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓട്ടിസം രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ ഓട്ടിസം കുഞ്ഞുങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതിനേക്കാൾ എത്രയോ വലിയ വേദനയാണ് കർത്താവേ അവരുടെ മാതാപിതാക്കന്മാർ അനുഭവിക്കുന്നത്. ചില മാതാപിതാക്കന്മാർ ദൈവത്തോട് കണ്ണീരോടെ നിവർത്തിയില്ലാതെ ഈ കുഞ്ഞിനെ തിരിച്ചെടുക്കാൻ വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കെല്ലാം ദൈവഹിതം നിറവേറാൻ വേണ്ടി ഞാൻ അവരെ ഇപ്പോഴവിടെ കണ്ണുനീര് കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത സൗഖ്യത്തിനായി സമാശ്വാസരെ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മക്കളെ, ഗർഭാശയ രോഗികളെ സഹജ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഗർഭാശയ രോഗികളെന്ന് പറയുമ്പോൾ ഞാൻ മക്കളില്ലാത്തവരെ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കും. എന്നാലും കൃപാസനത്തിൻ്റെ ഒരു പ്രധാന പരിഗണനയാണ് മക്കളില്ലാത്ത ദമ്പതികൾ, പ്രത്യേകിച്ച് മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ മൂടിക്കെട്ടിയ മനസ്സുമായി ജന്മം ഇങ്ങനെ നിരങ്ങി നീങ്ങുന്ന കുറേ ഹതഭാഗ്യരായ ചേച്ചിമാരുണ്ട്. അതൊരു ദുരന്തം തന്നെയാണ്. കൃപാസനം അമ്മ അങ്ങനെയുള്ള എത്രയോ മകൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചത്. നിങ്ങൾക്ക് മക്കളെ തരുമെന്നുള്ള ബോധ്യത്തിൽ അടിവേറ്റ് കൈവെക്കണം. നേരത്തെ ഈ വിഷയം പല പ്രാവശ്യം പ്രാർത്ഥിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തിന് ഏത് സമയവും നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും. കർത്താവ്, ഗർഭാശയ രോഗിയുടെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഗർഭാശയ രോഗികളെ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, ഗർഭാശയം ചുരുങ്ങിപ്പോകുന്നവർ, കൂടെ ഗർഭം അലസിപ്പോകുന്നവർ, ഗർഭാശയത്തിന് കട്ടിയില്ലാത്തവർ, ഗർഭാശയത്തിലെ വിരുദ്ധമായ ബാക്ടീരിയ കിടക്കുന്നവർ, അത് കാരണം ഗർഭം അലസിപ്പോകുന്നവർ, കർത്താവ് ട്യൂബിൽ ഗർഭവതികളാകുന്നവർ,
അതിൻ്റെ പേരിൽ ട്യൂബ് മുറിച്ച് മാറ്റിയിരിക്കുന്നവർ, ഇനി ഒരു ട്യൂബ് മാത്രം അവശേഷിക്കുന്നവർ എല്ലാവരെയും ഈ സമർപ്പിച്ച് കർത്താവേ, നിൻ്റെ വിശുദ്ധമായ വലതുകരത്തെ കർത്താവേ, പരിശുദ്ധ അമ്മേ ദേവമാതാവേ, ഉണ്ണീശോ നിൻ്റെ ഗർഭാശയത്തിലാണല്ലോ ദൈവം ഉരുവാക്കിയത്. അത് ഓർത്തുകൊണ്ട് എല്ലാ ഗർഭാശയങ്ങളും, എല്ലാ രോഗാതുരമായ ഗർഭാശയങ്ങളെല്ലാം സൗഖ്യമാകാൻ വേണ്ടി കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മേ ഇപ്പോഴും പ്രാർത്ഥിക്കണമേ. ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഈശോ ഈ നിമിഷം മക്കളുടെ എല്ലാ ഉദരത്തെ സ്പർശിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ ഗർഭാശയ രോഗങ്ങൾ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ. മൂത്രാശയ രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. മക്കളെ, ഒരു അരമണിക്കൂർ മൂത്രം പോയില്ലെങ്കിൽ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ പരിഭ്രമം എന്തായിരിക്കും? നിങ്ങൾക്ക് സ്വന്തമായിട്ടിങ്ങനെ ഒരു കുഴപ്പവുമില്ല, മൂത്ര തടസ്സമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളിത് എൻ്റെ കാര്യമല്ലെന്നൊന്നും പറയരുത്. അപ്പം നിങ്ങളത് ഓർക്കണം. എന്നെങ്കിലും ഒരു കാലത്ത് അരമണിക്കൂർ മൂത്രം തടസ്സം ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതം പോകും. അത്രയും ആ രോഗികൾ വിഷമിക്കുന്നുണ്ട്. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് എൻ്റെ രോഗമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈയൊഴിഞ്ഞ് കാണിക്കരുത്. നിങ്ങൾ അവർ സൗഖ്യപ്പെടാൻ കർത്താവ്, ഞങ്ങൾ മൂത്രാശയ രോഗമുള്ളവർ, വൃദ്ധന്മാർ, കിടപ്പ് രോഗികൾ, ട്യൂബ് ഇടുന്നവർ, ട്യൂബ് ഊരിയ ബ്ലോക്കാവുന്നവർ, ട്യൂബ് ഇട്ടിട്ട് മൂത്രം പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അത്രയും വേദനിക്കുന്നവർ. ഞാൻ ഒടുക്കത്തെ കൊടുക്കാൻ ചെല്ലുമ്പോൾ എന്നോട് കണ്ട് കരഞ്ഞ് പറയാം, അച്ഛാ ഒരു ഇത്തിരി മൂത്രം അങ്ങനെ പോകാനൊന്ന് പ്രാർത്ഥിക്കച്ചാന്ന് പറയും. അപ്പം അങ്ങനെ അത്രയും വേദനിക്കുന്നവരെ കണ്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥന കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതുവരെല്ലാം ഓർക്കണം. ഇപ്പോൾ നമ്മുടെ കാര്യം മാത്രം ഓർത്താൽ നമ്മൾ ഒരിക്കലും സുഖപ്പെടത്തില്ല. നീ മറ്റുള്ളവരുടെ കാര്യം ഓർത്ത് സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മൂത്രാശയ രോഗിയുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, എരിച്ചിലുള്ളവർ, പുകച്ചിലുള്ളവർ, അതിൻ്റെ പേര് ശരീരത്തിന് നീർകെട്ട് കിടക്കുന്നവർ, മൂത്രം അറിയാതെ പോകുന്നവർ, മൂത്രം പോകാതെ ഇരിക്കുന്നവർ എല്ലാവരെയും ഇപ്പം സ്പർശിക്കണമേ. കർത്താവിന് ആണിപ്പെടുതാർന്ന വലത് കരം നിൻ്റെ മൂത്രാശയത്തിൽ സ്പർശിക്കട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, അവിടെ നാമത്തിന് മഹത്വത്തിനായി നിന്നെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും എന്നീശ്വരിയും. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും എന്നീശ്വരിയും. പ്രിയപ്പെട്ടവരെ, നമ്മളെ സർവാവിധ രോഗങ്ങളുണ്ട്. അതായത് 10 ദിവസം കടന്നു പോകുമ്പോഴേ 4 മണിയാകണ സമയം ആൾക്കാർ കാത്തിരിക്കും. 10 ദിവസത്തെ നിഴല് വളർന്ന് എന്തൊരു വിശ്വാസമാണെന്ന് നോക്കിയ ജനങ്ങളുടെ. വെറുതെ നിഴലേക്ക് കിടത്താൻ പറ്റത്തില്ല. 12 മണിക്കൊണ്ട് നിഴലേക്ക് കിടത്താൻ പറ്റുമോ? അപ്പോൾ 3-4 മണിയാകുന്നവരെ 10 ദിവസം ആ വഴിക്ക് കടന്നു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് സൂര്യനെതിരെ അദ്ദേഹത്തിന് നിഴൽ കടന്നു പോകുന്ന വഴികളിൽ ആൾക്കാരെ കിടത്തിയിരിക്കുകയാണ്. ആ നിലയിട്ട് ആൾക്കാർ സുഖപ്പെടുത്താൻ കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത്. ലോകചരിത്രത്തിലെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ശക്തി കണ്ടില്ലേ? അവരിലൂടെ ദൈവം മഹത്വപ്പെടാൻ കണ്ടില്ലേ? അപ്പം നിങ്ങൾ എല്ലാ രോഗികളെയും ഈ പ്രാർത്ഥനയുടെ നിഴലിൽ കൊണ്ടുവന്ന് കിടത്തണം. എല്ലാ രോഗികളെയും നിങ്ങൾ മനസ്സിൽ ഓർക്കണം. ഇപ്പം അച്ഛൻ പറയാത്ത കുറേ രോഗങ്ങളില്ലേ, അവരെല്ലാം ഇപ്പം മനസ്സിൽ ഓർക്കണം. അവരെല്ലാം ഈ പ്രാർത്ഥനയുടെ പരിശുദ്ധ അമ്മയുടെ നിഴൽ ഈ പ്രാർത്ഥനയിലൂടെ അവരെ കടന്നു പോകും. അവരെഴുന്നേറ്റ് ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങളത് പതുക്കി കളയരുത്. നിങ്ങളവിടെ പറയണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ സൗഖ്യപ്പെട്ടത്, ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തണമെന്ന് പറയണം. പറഞ്ഞവരെ കൊണ്ട് സാക്ഷികളാക്കി മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ അവരെ സമർപ്പിക്കുക. കർത്താവ് നടപടി 5:15 പ്രാർത്ഥിക്കുന്നു. 10 ദിവസം കടന്നു പോകുമ്പോൾ അവന് നിഴലെങ്കിലും അവിടെ മേൽ പതിക്കുന്നതിന് വേണ്ടി രോഗികളെ വഴിയിൽ കിടത്തിയിരുന്നത് പോലെ ഞങ്ങൾ പരിശുദ്ധമ്മയുടെ നിഴലേറ്റ് രോഗികൾ സുഖപ്പെടാൻ വേണ്ടി എല്ലാ രോഗങ്ങളെയും എല്ലാത്തരം രോഗികളെയും ഈ നവേനയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദൈവശക്തിയാൽ സർവ്വവിധ രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും എന്നീശ്വരിയും. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും എന്നീശ്വരിയും.
പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന് വരുന്ന വിവിധ ജീവിത തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ, പ്രത്യേകിച്ച് വിവാഹം ഒത്തുവരാത്തവർ, അതുപോലെ തന്നെ മക്കളില്ലാത്തവർ. ആദ്യം വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ്, വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തിരുസന്നിധിയിൽ അവരെ സമർപ്പിക്കുന്നു. വിവാഹപ്രായം കടന്നുപോയവരെ, ഇപ്പോഴും ജീവിത പങ്കാളിയെ പ്രതീക്ഷിക്കുന്നവരെ, അവരെ പ്രത്യേക ഈ നൊവേനയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിവാഹത്തിന് ആവശ്യമായ പണമില്ലാത്തവർ, സൗന്ദര്യം കുറവുള്ളവർ, ആരോഗ്യമില്ലാത്തവർ, വിവാഹത്തിൽ വിടുന്ന കാര്യങ്ങൾ ഒരുക്കുവാനും തിരക്കുവാനും ആരുമില്ലാത്തവർ, ഉള്ളവർക്ക് തന്നെ താല്പര്യമില്ലാത്തവർ, മറ്റു പല വിശ്വാസത്തിൻ്റെ പേര് വിവാഹം നടക്കാത്തവർ, അന്യനാടിൽ പോയതിൻ്റെ പേരിൽ ഇണയെ ലഭിക്കാത്തവർ, അങ്ങനെ വ്യത്യസ്തമായ ജീവിത പ്രതിസന്ധി കാരണം വിവാഹം ഒത്തുവരാത്തവരുടെ തടസ്സങ്ങൾ യേശുക്രിസ്തുവിനതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, വർഷങ്ങളായ കുഞ്ഞുങ്ങളില്ലാത്തവരെ, കർത്താവ് അതിനുവേണ്ടി ശാസ്ത്രീയമായ മാർഗങ്ങളെല്ലാം അനുവർത്തിച്ചിട്ടും ഇപ്പോഴും കുഞ്ഞിന് ലഭിക്കാത്തവരെ, അങ്ങനെ പ്രാർത്ഥിച്ച് മടുത്തവർ, അവരെല്ലാം ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിൻ്റെ വിശുദ്ധ വലതുകരം അവരെല്ലാം സ്പർശിച്ചുകൊണ്ട്, കർത്താവേ, കുഞ്ഞിനില്ലാത്ത മാതാപിതാക്കന്മാരെ സ്പർശിച്ച് അവർക്ക് കുഞ്ഞിനെ ലഭിച്ച് കൃപാസനത്താറെ വന്ന് ദൈവത്തിന് സാക്ഷ്യപ്പെടുത്താൻ നിനക്ക് ഈ രാത്രി കർത്താവ് കുഞ്ഞുങ്ങൾ നൽകട്ടെ. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. മക്കളെ, ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് ലഭിക്കാത്തവർ, കർത്താവിൻ്റെ കുടുംബം പുലരാൻ ഒരു മാർഗവുമില്ലാതെ, സാമ്പത്തികമായ കടങ്ങളും നിത്യച്ചെലവിന് പോലും വഴിയില്ലാതെ, വരുമാന മാർഗമില്ലാതെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ, വീട് പോലും റിപ്പയർ ചെയ്യാനാവാതെ, യാത്രക്ക് ബസ് കൂലി പോലും ഇല്ലാതെ, ജോലി തിരക്കിപ്പോകാനുള്ള മാർഗം പോലും ഇല്ലാതെ വേദനിക്കുന്നവരെ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴും കണ്ണ് തുറന്ന് അവരെ കണ്ട് അവരുടെ മേൽ കർത്താവിൻ്റെ അലിവ് ചൊരിയാൻ വേണ്ടി അവർക്ക് മധ്യസ്ഥം വഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവ്, പഠിക്കുന്ന വിദ്യാർത്ഥികളെയും വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ, നൈപുണ്യ പരീക്ഷ, അതെല്ലാം ഒരുങ്ങുന്നവരെ കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവ്, നാളെയും പരീക്ഷ ഉണ്ട് ഈശോയെ. ചിലപ്പോൾ ലാസ്റ്റ് ചാൻസാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, ഇനി തോറ്റാൽ മുടക്കാൻ കാശില്ല, എൻ്റെ വീട്ടിൽ നിന്ന് കാശ് തരത്തില്ലെന്ന് പറഞ്ഞ് കർത്താവെ വേദനിക്കുന്നവരുണ്ട് ഈശോയെ. റിസൾട്ട് വരാത്തവരുണ്ട് ഈശോയെ. വെരിഫിക്കേഷന് കൊടുത്തു പോയവരുണ്ട് ഈശോയെ. കർത്താവ്, റീ എക്സാമിന് വേണ്ടി കർത്താവെ നിശ്ചയിച്ചിട്ടുള്ളവരുണ്ട് ഈശോയെ. അവനെ റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുള്ളവരും റീകൗണ്ടിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ളവരും, ഇങ്ങനെ എല്ലാ വിഷയത്തിനും കർത്താവെ അവരുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാൽ ഒരു യേശുവിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി അപ്പം അവർക്ക് മധ്യസ്ഥം വഹിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ, പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, പറമ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ,
വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ, കുറഞ്ഞ വീട് ഭാഗോടമ്പടി നടക്കാത്തതിൻ്റെ പേരിൽ പൊളിച്ചു മാറ്റാൻ പറ്റാത്തവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, അങ്ങനെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വേണ്ടത്ര രേഖകളില്ലാത്തതിൻ്റെ പേരിൽ ലോണൊന്നും കിട്ടാതെ വിഷമിക്കുന്നവർ, പലിശ ഉരുപ്പടികൾ പലിശ കയറി വിറ്റ് പോകുന്ന അവസ്ഥയിൽ പറമ്പും മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളും അകപ്പെട്ടിരിക്കുന്നവർ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അമ്മയുടെ പരിശുദ്ധയുടെ മധ്യസ്ഥത്താൽ ഇന്ന് വേന പ്രാർത്ഥന ശക്തിയാൽ ഈ വിധം നിമിഷം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈശോ ഈ നിമിഷം അനുഗ്രഹിക്കട്ടെ. വാടക പാട്ടം ഉറ്റി അന്യയുടെ ആശ്രയത്തിൽ ജീവിക്കുന്നവരെയും സ്വന്തമായി ഇടമില്ലാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വന്തമായി കൂര കെട്ടാനുള്ള സ്ഥലത്തിന് വേണ്ടി വേദനിച്ച് വിലക്കം പാഞ്ഞ് നടക്കുന്ന മക്കളെ, ഇപ്പോഴും വീട്ടിലെ ചോര വെള്ളം വീഴുന്ന മക്കളെ, ഓരോ മഴയും വർഷവും കഴിയുമ്പോൾ വേദനിച്ച് ജീവിക്കുകയും മാനക്കേടോടെ ജീവിക്കുകയും അതിൻ്റെ പേരിൽ മക്കളിൽ മാതാപിതാക്കന്മാരുടെ വെറുപ്പോടെ കാര്യം മനസ്സിലാക്കാതെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന മാനസംഘർഷമുള്ള കുടുംബങ്ങളുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മറ്റൊത്തിരിയേറെ കാര്യങ്ങളുണ്ട്, അത് മൗനമായി പ്രാർത്ഥിക്കുക. വിദേശ യാത്രയൊക്കെ സമർപ്പിക്കുന്നവർ, ജോലി ശരിയാകാത്തവർ, പഠനത്തിന് ജോലിക്ക് വേണ്ടി പ്രോജക്റ്റ് വെച്ചിരിക്കുന്നവർ, അതിൻ്റെ ലോൺ ശരിയാകാത്തവരെല്ലാം മൗനമായി പ്രാർത്ഥിക്കണം. ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരും വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം. എല്ലാത്തിനും സാക്ഷികളാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സമാപന പ്രാർത്ഥനയാണ്. കാരുണ്യവാനായ ദൈവമേ, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നതിലൂടെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളിൽ എന്നും കുടികൊള്ളുവാൻ മനസ്സാകണമേ. ആരോഗ്യ തിന്മകൾക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ദൈവകൽപ്പനകളെ പാലിച്ച് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി നിത്യമായി പൊരുതിക്കൊണ്ട് നിത്യത നേടുവാൻ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക മാധ്യസ്ഥത്താൽ കാനായിലെ വിവാഹ വീട്ടിൽ പറയുന്ന പോലെ ഉടമ്പടി വചനത്താൽ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിശ്വാസത്തിന്റെ വഴിയും വാതിലും ലോകത്തിന് നടന്ന അത്ഭുതത്തിലൂടെ കാണിച്ചു കൊടുത്ത അമ്മേ പരിശുദ്ധമ്മേ ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ച് എപ്പോഴും നിരതരായ പിതാവിന്റെ നാമത്തിലെ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ. നാമത്തിന്റെ നാമത്തെ അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തുപോയി അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പ്രതിസന്ധികൾ നേരിടുമ്പോൾ അപ്പോസ്തലികമായ വിശ്വാസശക്തിയാൽ ഞങ്ങളെ ശക്തീകരിച്ചുകൊണ്ട് ഈ നവേനയുടെ ഏറ്റവും വലിയ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെയും ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. വാഗ്ദാനത്തിടകമേ
സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി